അപ്പോൾ അതേ ചോദ്യം അള്ളാഹു ആദമിനോട് ചോദിക്കുമ്പോൾ ആദം അലൈഹിസ്സലാം ഈ പേരുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അള്ളാഹു അതേ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇതിന് മുൻപ് ഈ ഭൂമിയിലുള്ള ഈ വസ്തുക്കളുടെ പേരുകൾ ആദമിന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ മുൻപ് പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യം തന്നെ ആദമിനോട് ചോദിക്കുകയും മുൻപ് പഠിപ്പിച്ചു കൊടുക്കാത്ത മലക്കുകളോട് അതേ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് അറിയാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുൻപ് പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ആദമിന്റെ സവിശേഷതയായിട്ടും മനുഷ്യകുലത്തിന്റെ സവിശേഷതയായിട്ടും പറയുന്നത്? സുഹൃത്തിന്റെ ചോദ്യം പടച്ചോൻ ഫൗള് കളിച്ചില്ലെന്നാണ് ചുരുക്കത്തില്ല. കാരണം ഒന്നാമത്തെ പ്രശ്നം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇന്നി ജാഅലും ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചു, എന്തിനാണ് രക്തം ചിന്തുന്ന ആളുകളെ ഇവിടെ സൃഷ്ടിക്കുന്നത്, കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്നത്? അപ്പോൾ അള്ളാഹു പറഞ്ഞത്, ഇന്നി അകലമോ മാലാത്ത അകലമോ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യത്തിലുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ഈ മലക്കുകൾ അറിഞ്ഞതെന്നാണ്. രണ്ടാമത്തെ ചോദ്യം മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് മാത്രമേ അറിയൂ എന്നാണ്. യഥാർത്ഥത്തിൽ മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവയുടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കുറിച്ച് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും. ആ സൃഷ്ടിയിൽ കടന്നു വരാനിരിക്കുന്ന ഖലീഫയെക്കുറിച്ച്, ഒരു പിൻഗാമിയെക്കുറിച്ച്, വരാനിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. ആ മനുഷ്യന്റെ സവിശേഷതയായി പടച്ചവൻ മലക്കുകളോട് അവർക്ക് സ്വതന്ത്രമായ കഴിവുകൾ ഉണ്ടാകുന്നും സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നും ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുമ്പോൾ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാകുമെന്നതും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും. അപ്പോഴാണ് അവരെ സൃഷ്ടിക്കാൻ പോകുന്നതിനെ കുറിച്ച് മലക്കുകളോട് പറയുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നതിനെ കുറിച്ച് മലക്കുകളോട് പറയുമ്പോൾ, എന്തിനാ പടച്ചോനെ ഭൂമിയിൽ നാശം ഉണ്ടാക്കുന്നത്, അവരുടെ നന്മയായി പടച്ചവൻ പറഞ്ഞു കൊടുത്തത് അവർ ഒരേ കുഴപ്പവും പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നതോടൊപ്പം തന്നെ നന്മ ചെയ്ത് പടച്ചവന് തസ്ബീഹ് ചെയ്ത് പടച്ചവന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിച്ച് ഉന്നതന്മാരാകുവാനുമുള്ള കഴിവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് ഞങ്ങളുണ്ടല്ലോ, പിന്നെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ എന്തിനാ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അവരെ ഓൾറെഡി ഉള്ള അറിവിൽ നിന്നാണ്, അഥവാ അവർക്ക് നേരത്തെ ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്തെ പ്രശ്നം, മലക്കുകൾക്ക് നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ല, എന്നാൽ മനുഷ്യന് നാമങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് മനുഷ്യനോട് നാമം ചോദിച്ചപ്പോൾ മനുഷ്യൻ നാമം പറഞ്ഞു, പക്ഷേ മലക്കുകൾക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തത് തന്നെയല്ല എന്നാണ്. മനുഷ്യന് നാമം പഠിപ്പിച്ചു എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മനുഷ്യന് പഠിപ്പിക്കപ്പെടുന്ന കാര്യം അടിസ്ഥാനപരമായി രണ്ട് രൂപത്തിലുള്ളതാണ്. ഒന്ന്, അവന് പ്രകൃതിപരമായിട്ടുള്ള പാഠങ്ങൾ. രണ്ടാമത്തേത് അവൻ നേടിയെടുക്കുന്ന പാഠങ്ങൾ. ഇത് രണ്ടും വ്യതിരിക്തമായി നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിപരമായി മനുഷ്യനുള്ള പാഠങ്ങൾ, ആ പാഠങ്ങളെ വികസിപ്പിച്ചു കൊണ്ടുപോയി അതിൽ പുതിയ അറിവ് നേടിയെടുത്ത് തൻ്റെ വ്യക്തിത്വത്തെ പരിപോഷിപ്പിക്കുവാനുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ്. പ്രകൃതിപരമായ പാഠം എല്ലാ ജീവികൾക്കുണ്ട്, അത് മലക്കുകൾക്കും ഉണ്ടാകണം സ്വാഭാവികമായും. മലക്കളുടെ പ്രകൃതി, ഇപ്പൊ പ്രകൃതിയിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ ചെറിയ, എല്ലാവരും പറയാറുള്ളതാണ് ചെറിയ തേനീച്ച. ആ തേനീച്ചയുടെ നിലനിൽപ്പിന് ആവശ്യമായ പാഠം മുഴുവനും തേനീച്ചന്റെ അടുത്തുണ്ട്. തേനീച്ചനോട് ഒരു ഹെക്സഗൺ അഥവാ ഒരു ഷഡ്ഭുജം, ഒരു ഷഡ്ഭുജാകൃതിയിലുള്ള കൂട് തേനീച്ച വളരെ സമർത്ഥമായി നിർമ്മിക്കുന്നു. നമ്മളെ കുട്ടികളോട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതാണ് ഷഡ്ഭുജം വരക്കാൻ. ഷഡ്ഭുജം വരക്കണമെന്ന് നമ്മളെ കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ പേപ്പർ എടുത്തുകൊണ്ടിട്ട് ആദ്യം വാപ്പാനോട് പറയും, വാപ്പ ഒരു പെൻസിൽ വേണം, പിന്നെ സ്കെയിൽ വേണം, പിന്നെ ഒരു പ്രൊട്രാക്ടർ വേണം, പിന്നെ ഒരു കോണ് വേണം, പിന്നെ ഒരു കോമ്പസ് വേണം. ഇതെല്ലാം ഉണ്ടായാൽ മാത്രമാണ് കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്നെ കുട്ടിനെ പഠിപ്പിച്ചിട്ടാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മനായുള്ള പാഠം നൽകിയ തേനീച്ചകൾ, ആ തേനീച്ച ആ പാഠമനുസരിച്ച് കൃത്യമായി ഷഡ്ഭുജാകൃതിയിലുള്ള കൂടുണ്ടാക്കുന്നു, ഒരു തെറ്റും വരാത്ത രൂപത്തിൽ. അത് ജന്മനാ ഉള്ള പാഠമാണ്. ആ
ആ പാഠത്തെ പക്ഷേ പരിപോഷിപ്പിക്കുവാൻ, വളർത്തിക്കൊണ്ടുപോകുവാൻ അവക്ക് സാധ്യമല്ല. അവയോട് ഷഡ്ഭുജം വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന അതിനോട് ഒരു കോണ് വരക്കാൻ പറഞ്ഞാൽ, ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞാൽ, ഒരു സമചതുരം വരക്കാൻ പറഞ്ഞാൽ ഒന്നും കഴിയൂല. തേനീച്ച കഥയെ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. മലക്കുകൾക്കും അള്ളാഹു പഠിപ്പിച്ചതേ അറിയൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. ഈ അറിവിനെ മുഴുവനും കുറിക്കുന്നതാണ് നാമങ്ങൾ പഠിപ്പിച്ചു എന്ന കാര്യം. നാമങ്ങൾ മനുഷ്യന് പഠിപ്പിച്ച കാര്യം, അടിസ്ഥാനപരമായ കാര്യം അള്ളാഹു പഠിപ്പിക്കുകയും അത് വികസിപ്പിക്കുവാനുള്ള കഴിവ് പടച്ച തമ്പുരാൻ നൽകുകയും ചെയ്തു. ആ വികസിപ്പിക്കുവാനുള്ള കഴിവാണ് മനുഷ്യൻ എല്ലാ കാര്യങ്ങളെയും നാമം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവന്റെ കഴിവാണ് പ്രകടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ തലമുറക്ക് അറിയാത്ത എത്രയൊക്കെ സാധനങ്ങൾക്ക് നമ്മൾ പേരിട്ടു. കാൽക്കുലേറ്ററിന് നമ്മൾ പേരിട്ടു, കമ്പ്യൂട്ടറിന് നമ്മൾ പേരിട്ടു, മോണിറ്ററിന് നമ്മൾ പേരിട്ടു, മൗസിന് നമ്മൾ പേരിട്ടു, ടാബ്ലറ്റിന് പേരിട്ടു. കഴിഞ്ഞ തലമുറയോട് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ ഗുളിക എന്ന് വിചാരിക്കും. ഇപ്പൊ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പുതിയ സാധനമാണ്. ആപ്പിൾ, എ ഈസ് ഫോർ ആപ്പിൾ എന്ന് പണ്ടെല്ലാം സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ ആകെ കുട്ടിന്റെ മനസ്സിൽ ഒരു ആപ്പിൾ ഉള്ളായിരുന്നു. ഇപ്പോ ആപ്പിൾ എന്ന് പറഞ്ഞാൽ കുട്ടി ആപ്പിളിന്റെ എന്താണ് സാധനം എന്ന് തിരിച്ചു ചോദിക്കും. ബ്രാൻഡാണ് ഇന്ന് കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ. കമ്പ്യൂട്ടറിന്റെ ഒരു ബ്രാൻഡാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പേരിടാൻ ഓരോ ആവശ്യം മനസ്സിലാക്കി അതിന്റെ സവിശേഷതക്കനുസരിച്ച് പേരിടുക എന്നത് മനുഷ്യന്റെ മാത്രം സവിശേഷതയാണ്. അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒരു വസ്തുവിനെ മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പുരോഗമിക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പേരിടുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴും കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോഴും ഇംഗ്ലീഷിൽ രണ്ടും ഏകദേശം ഒരേ അർത്ഥം. കാൽക്കുലേറ്റ്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ രണ്ടും കണക്കൂട്ടുക എന്നാണ് അർത്ഥം. പക്ഷേ കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും ഒന്നല്ല എന്ന് നമുക്കറിയാം. അതെങ്ങനെ ഉണ്ടായത്? രണ്ട് പേരുകൾ വന്നപ്പോ ആ പേരുകൾക്കനുസരിച്ചുള്ള പ്രത്യയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ നേരെ ഇംഗ്ലീഷിലുള്ള അതിന്റെ അർത്ഥം നോക്കിയിട്ട് കണക്കൂട്ടാനുള്ള യന്ത്രം എന്നും, കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ കണക്കൂട്ടാനുള്ള യന്ത്രം എന്നുള്ളതല്ല, മറിച്ച് ഈ വസ്തു നമ്മളുടെ തലയിലേക്ക് വന്നു. ഇത് മനുഷ്യന്റെ മാത്രം സവിശേഷതയാണ്. മലക്കൾക്ക് പഠിച്ചവൻ എന്താ പഠിപ്പിച്ചത് അതറിയുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. ഇതായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കുള്ള സവിശേഷതയായി മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ മലക്കൾ അമ്പരന്ന് പോയത്. കാരണം മനുഷ്യന് ഈ സവിശേഷത നൽകി നാമങ്ങൾ പഠിക്കുക എന്താ ആ സവിശേഷത മനുഷ്യൻ വികസിപ്പിച്ചെടുത്തു. എല്ലാ നാമങ്ങളും അവൻ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു എന്ന് പറയുമ്പോഴും അള്ളാഹു ഓരോ പേരുകളും പഠിപ്പിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചെടുക്കുവാനുള്ള കഴിവ് മനുഷ്യന് നൽകി. അതേസമയം മലക്കുകൾക്കാകട്ടെ എന്ത് പഠിച്ചെടുക്കാനുള്ള കഴിവില്ല, പടച്ചോൻ നൽകിയ കഴിവ് മാത്രമേയുള്ളൂ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. എഴുതി കിട്ടിയ ഒരു ചോദ്യം ചോദിക്കും. എൻ്റെ സ്കൂളിലെ ഒരു സുഹൃത്ത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം, ദൈവം മൂന്നിൽ ഒരുവനാണ് എന്ന് വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്നാൽ ഏക കർത്താവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിൽ ഏതാണ് ശരി? അറിയാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ സ്കൂളിലെ സുഹൃത്തിൻ്റെ ചോദ്യമാണ്, ദൈവം മൂന്നിലൊരുവനാണ് എന്നും പറയുന്നുണ്ട്, ഏക കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കാനും പറയുന്നുണ്ട്, ഇതിലേതാ ശരിയെന്നാണ്. അദ്ദേഹം ഈ പരിണാൾക്കാരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങളൊന്നും തന്നെ ദൈവം മൂന്നിലൊരുവനാണെന്ന് പറയണില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്ന വേദഗ്രന്ഥം പലപ്പോഴും ബൈബിളായിരിക്കും. ബൈബിളിൽ എവിടെയും തന്നെ നമുക്ക് ദൈവം മൂന്നിലൊരുവനാണ് എന്നുള്ളൊരു പരാമർശം കാണാനേ കഴിയില്ല. ഏകനായ സ്രഷ്ടാവിനെ കുറിച്ച് മാത്രമേ ബൈബിളിൽ കാണാൻ കഴിയുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29-30 വചനങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3 മുതൽക്കുള്ള വചനങ്ങൾ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാമത്തെ വചനം, ഇങ്ങനെ വചനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ദൈവം ഏകനാണ് എന്നതിന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മൂന്നിലൊരുവനാണ് എന്ന പരാമർശം എവിടെയും കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ ബൈബിളിൽ തന്നെ സുഹൃത്ത് തന്നെ നിരീക്ഷിച്ചതുപോലെ നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ മാത്രം നീ നമസ്കരിക്കുക എന്നും ആരാധിക്കുക എന്നുമുള്ള പരാമർശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കണം എന്നാണ്.
നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കണം. സൃഷ്ടാവ് മാത്രമാണ് ആരാധനക്കർഹൻ, സൃഷ്ടാവ് മാത്രമാണ് നമസ്കരിക്കപ്പെടാൻ അർഹൻ. യേശു ക്രിസ്തുവാണിത് പറയുന്നത്. യേശു സ്വയം തന്നെ ഞാൻ ദൈവമായിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഇത് പറയുമായിരുന്നില്ല. അദ്ദേഹം ജനങ്ങളോട് പഠിപ്പിച്ചത് നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നാണ്. നമ്മുടെ ദൈവം, എന്റെയും നിങ്ങളുടെയും ദൈവം, എല്ലാവരുടെയും ദൈവം, ആ സൃഷ്ടാവ്, യേശു പഠിപ്പിച്ച സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ, അവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടൂ, അവന് മാത്രമേ നമസ്കരിക്കാൻ പാടൂ എന്നുള്ള സന്ദേശം, ക്രിസ്തു പഠിപ്പിച്ച സന്ദേശം. പക്ഷേ സഭകൾ ആ സന്ദേശത്തിൽ നിന്ന് പിൽക്കാലഘട്ടത്തിൽ പിന്നോട്ട് പോവുകയും ക്രിസ്തുവിനെ തന്നെ ആരാധിക്കുന്ന സിദ്ധാന്തമുണ്ടാവുകയും ചെയ്തപ്പോഴാണ് ദൈവം മൂന്നാണ് എന്നും മൂന്നിൽ ഒന്നാണ് എന്നും മൂന്നും ഒന്നാണ് എന്നുമെല്ലാമുള്ള ത്രിത്വ സിദ്ധാന്തമുണ്ടായത്. ഈ സിദ്ധാന്തത്തിന് ബൈബിളിന്റെ യാതൊരു അടിത്തറയുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ വികലമാക്കപ്പെട്ട, ക്രിസ്തു പഠിപ്പിച്ച മതം വികലമാക്കപ്പെട്ടപ്പോ ആ യഥാർത്ഥത്തിൽ ക്രിസ്തു പഠിപ്പിച്ച ആദർശത്തിന്റെ അജയ്യതയിലേക്ക്, അതിന്റെ അടിത്തറയിലേക്ക് ക്രിസ്തുവിന്റെ അനുയായികളെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ലോകത്തെ മുഴുവനും തന്നെ ക്രിസ്തു പഠിപ്പിച്ച, ക്രിസ്തു മാത്രമല്ല പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ആശയങ്ങളിലേക്ക് ലോകത്തെ ജനങ്ങളെ മുഴുവനും ക്ഷണിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി ലോകത്തോട് പഠിപ്പിച്ചത് സൃഷ്ടാവായ തമ്പുരാൻ ഏകനാണ് എന്നുള്ള സന്ദേശപാട്. അത് മുഹമ്മദ് നബി പുതുതായി പഠിപ്പിച്ചതല്ല, മറിച്ച് മനുഷ്യർക്കിലേക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ ദൈവദൂതന്മാരും ഒരേപോലെ പഠിപ്പിച്ച തത്വമാണത്. ആ തത്വം തന്നെയാണ് മുഹമ്മദ് നബിയും പഠിപ്പിച്ചത്, ആ തത്വം തന്നെയാണ് ക്രിസ്തുവും പഠിപ്പിച്ചത്. ചുരുക്കത്തിൽ എൻ്റെ സുഹൃത്ത്, ചോദ്യകർത്താവായ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് ദൈവം തമ്പുരാൻ സൃഷ്ടാവ് ഏകനാണ് എന്നുള്ള തത്വമാണ് ക്രിസ്തു അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. അവനെ മാത്രം ആരാധിക്കണമെന്ന ക്രിസ്തുവിൻ്റെ തത്വത്തിൽ നിന്ന് ജനങ്ങൾ വഴിപിടച്ച് ക്രിസ്തുവിനെ തന്നെ ആരാധിക്കുന്ന സമ്പ്രദായങ്ങളിലേക്ക് ആപതിച്ചപ്പോൾ യഥാർത്ഥത്തിലുള്ള മാർഗത്തിലേക്ക് മനുഷ്യരെ മുഴുവനും നയിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ മാർഗം പിന്തുടരുന്നതിലൂടെ മാത്രമേ മനുഷ്യർക്കെല്ലാം രക്ഷയും സമാധാനവും മോക്ഷവും ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം എല്ലാ മതങ്ങളും ഏകദൈവ സിദ്ധാന്തമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഓരോ മതത്തിനും വേദഗ്രന്ഥങ്ങളുണ്ട്. ആ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിച്ചാൽ പോരെ? എന്തിന് പരിശുദ്ധ ഖുർആൻ മാത്രം ശരി എന്ന് സമൂഹത്തിന് മുമ്പിൽ പറയണം? എല്ലാ വേദഗ്രന്ഥങ്ങളും ഏകദൈവ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ ആ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ പോരെ, എന്തുകൊണ്ട് ഖുർആൻ മാത്രം ശരിയെന്ന് പറയണമെന്ന് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ എല്ലാ വേദഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ്. അതിവിടെ വിഷയാവതരണത്തിൽ വ്യക്തമായി. എന്നാൽ ഈ സൃഷ്ടാവായ തമ്പുരാനെ കുറിച്ച് ഒരുപാട് വികലമായ ധാരണകൾ വേദഗ്രന്ഥങ്ങളിലുണ്ട്. ആ ധാരണകൾ ഉണ്ടായത് എങ്ങനെയാണ്? പിൽക്കാലഘട്ടത്തിൽ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് ഇവ വിധേയമായത് കൊണ്ടാണ്. ഈ സൃഷ്ടാവിനെ കുറിച്ച് വികലമായ ധാരണകൾ വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ബൈബിൾ പുസ്തകങ്ങളിൽ സൃഷ്ടാവായ ഏക ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ബൈബിൾ, പക്ഷേ ആ സൃഷ്ടാവായ ഏകദൈവം തന്നെ യാക്കോബുമായി ഗുസ്തി പിടിക്കുന്നതായും ആ ഗുസ്തിയിൽ യാക്കോബ് ജയിക്കുന്നതായുമുള്ള പരാമർശം നമ്മൾ കാണുന്നു. ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറ്റിമറിക്കുകയാണ് ഇവിടെ. അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ പൗലോസിന്റെ ലേഖനങ്ങളിൽ യേശു ക്രിസ്തു ദൈവത്തിന് തുല്യനാണ് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ വായിക്കേണ്ടി വരുന്നു. യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. പിൽക്കാലഘട്ടത്തിൽ പൗലോസ് എന്ന് പറയുന്ന യേശുവിന്റെ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയാണത് പറഞ്ഞതെങ്കിലും ഇന്നത്തെ ബൈബിളിന്റെ ഭാഗമാണത്. അപ്പോ ഈ വേദഗ്രന്ഥം നമുക്ക് പൂർണ്ണമായും സൃഷ്ടാവിനെ കുറിച്ച് കൃത്യമായ ഒരു ചിത്രം നൽകുന്നതിൽ ഒന്നാമതായി പരാജയപ്പെടുന്നു. അതേപോലെ തന്നെയാണ് ഹിന്ദുമത ഗ്രന്ഥങ്ങളും. സൃഷ്ടികർത്താവിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട അതിബൃഹത്തായ അതിസുന്ദരമായ പരാമർശങ്ങൾ അവയിലുണ്ടെങ്കിലും ആ സൃഷ്ടാവിനെ തന്നെ വികലമായി അവതരിപ്പിക്കുന്ന ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് മഹാവിഷ്ണുവാണ് ആദ്യമുണ്ടായത് എന്ന്
വിഷ്ണു ഉപനിഷത്തും വിഷ്ണു പുരാണവും പറയുമ്പോൾ ശിവപുരാണം നമ്മളോട് പറയുക വിഷ്ണുവിന് മുമ്പേ ഉണ്ടായവനായ ശിവനിലാണ് നിങ്ങൾ കാര്യങ്ങൾ അർപ്പിക്കേണ്ടത് എന്നാണ്. അവിടെ ആരാണ് ആദ്യം എന്ന വിഷയം മുതൽക്ക് തന്നെ തർക്കത്തിലാവുകയാണ്, കുഴപ്പത്തിലാവുകയാണ്, പരസ്പരം സംഘട്ടനത്തിലാവുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പനങ്ങൾ തന്നെ മാറിമറിയുകയാണ്. അതുമാത്രമല്ല, ദൈവം സ്രഷ്ടാവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് പറയുമ്പോൾ ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുമ്പോൾ ആ ആരാധന എങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത് സ്രഷ്ടാവാണ്. എങ്ങനെയാണ് പടച്ചവന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത് സ്രഷ്ടാവാണ്. ആ സ്രഷ്ടാവ് പറഞ്ഞു തന്നതാണ് എന്ന് ഉറപ്പുള്ള സ്രോതസ്സായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വഴിതെറ്റിപ്പോകും. കാരണം ഇപ്പോൾ നമ്മൾ ഒരു കൊട്ടാരത്തിൽ ചെല്ലുന്നു. അവിടെ നമ്മൾ ചെല്ലുമ്പോഴേക്ക് നമ്മളെ സ്വീകരിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ഏർപ്പെടുത്തപ്പെടുകയും ആ കൊട്ടാരത്തിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് 10 ദിവസം അവിടെ താമസിക്കുവാൻ വേണ്ടിയുള്ള അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ ആ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അനുവാദം ലഭിച്ചാൽ തന്നെ നമ്മൾ ആദ്യം അന്വേഷിക്കുക അവിടെ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്തായിരിക്കുമെന്നാകും. കാരണം എന്താ? ഈ 10 ദിവസം എനിക്കിത്രയും സൗകര്യങ്ങൾ നൽകിയ ഈ കൊട്ടാരത്തിന്റെ ഉടമസ്ഥൻ അയാളുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ടല്ലെങ്കിൽ അത് അച്ചടക്കലംഘനമാകും, അത് കുഴപ്പമാകും. ചിലപ്പോ ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിയല്ലെങ്കിൽ അത് ചിലപ്പോ ആ ഉപയോഗത്തിന് വേണ്ടിയുള്ളതല്ലെങ്കിൽ അത് ചിലപ്പോ നാശത്തിന് തന്നെ കാരണമായേക്കും. നമുക്ക് നമ്മുടേതായ വീക്ഷണത്തിൽ ശരി എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്തു പോയാൽ ചിലപ്പോൾ അത് കൊട്ടാരത്തിന്റെ തന്നെ നാശത്തിന് നിമിത്തമാകും. ഇതെല്ലാം വസ്തുതയാണ്, നമുക്ക് ഭൗതികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ഭൂമി എന്ന സവിശേഷമായ ഗ്രഹത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അതിസുന്ദരമായ സംവിധാനങ്ങൾ ഒരുക്കി നമ്മളെ ജീവിക്കാൻ വേണ്ടി പടച്ചതമ്പുരാൻ പറഞ്ഞയച്ചു. അങ്ങനെ പടച്ചതമ്പുരാൻ പറഞ്ഞയച്ചപ്പോ പടച്ചവനെ നമ്മൾ അറിയുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് പടച്ചവന്റേത് എന്നുറപ്പുള്ള, മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നിട്ടില്ലാത്ത, വികലതകളൊന്നുമില്ലാത്ത സ്രോതസ് എന്താണ് പടച്ചവനെ കുറിച്ച് അറിയാനെന്നാണ്. അതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള മാതിരി നമ്മൾ ജീവിച്ചാൽ ചിലപ്പോൾ പടച്ചവന് അത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ഗ്രന്ഥമനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി അന്വേഷിക്കേണ്ടത് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള, യാതൊരു രൂപത്തിലുമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്രോതസ് ഏതാണ് എന്ന അന്വേഷണമാണ്. ആ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞതുപോലെ ഏതേത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാലും ഏതേത് കാര്യങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് ആ മാനദണ്ഡങ്ങൾ മുഴുവനും ഉപയോഗിച്ച് പരിശോധിച്ചാൽ സൃഷ്ടാവിൽ നിന്നുള്ളതാണ് എന്ന്, മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കാത്തതാണ് എന്ന്, യാതൊരു രൂപത്തിലുമുള്ള വൈകല്യങ്ങളില്ലാത്തതാണ് എന്ന് ഉറപ്പായും സ്ഥാപിക്കാൻ കഴിയുന്ന ഒരൊറ്റ സ്രോതസ് മാത്രമേ ഇന്ന് ഭൂമിയിലുള്ളൂ. അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന്റെ പ്രായോഗിക ജീവിതചര്യയായ സ്വഹീഹായ ഹദീസുകളാണ്. ഇവ മാത്രമേ ദിവ്യമായ സ്രോതസ്സുകളാണ് എന്ന് സംശയങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതായിട്ടുള്ളൂ. അവയിൽ പടച്ചവനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് പോലെ പടച്ചവനെ നമ്മൾ പരിചയപ്പെടണം. അവയിൽ പടച്ചവൻ ആരാധനകൾ എങ്ങനെ നിർവഹിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്നതുപോലെ ആരാധനകൾ നമ്മൾ നിർവഹിക്കണം. അവയിൽ എന്തൊക്കെയാണ് നന്മ എന്ന് പറഞ്ഞത് നമ്മൾ സ്വീകരിക്കുകയും എന്തൊക്കെയാണോ തിന്മ എന്ന് പറഞ്ഞത് അവയിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് അവൻ നമുക്ക് വേണ്ടി സംവിധാനിച്ച രക്ഷയിൽ നമ്മൾ എത്തിച്ചേരൂ. അതല്ല എങ്കിൽ നമ്മൾ ഏകദൈവമുണ്ട് എന്നത് വേദഗ്രന്ഥമൊന്നും വേണമെന്നില്ല. നമ്മുടെ കേവല യുക്തിത കൊണ്ട് തന്നെ, ബുദ്ധി കൊണ്ട് തന്നെ സൃഷ്ടാവ് ഏകനാണ് എന്നുള്ള കാര്യം നമ്മൾ എത്തിച്ചേരുന്ന കാര്യമാണ്. വേദഗ്രന്ഥങ്ങളെല്ലാം അത് സത്യപ്പെടുത്തുന്നു എന്നുള്ള വസ്തുത ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ചത് ആ ആശയം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ പോലുള്ള വേദഗ്രന്ഥങ്ങൾ കളങ്കരഹിതമല്ല. മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നതുകൊണ്ട് തന്നെ അതിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, അശാസ്ത്രീയമായ പരാമർശങ്ങളുണ്ട്, ധാർമ്മിക വിരുദ്ധമായ സന്ദേശങ്ങളുണ്ട്.
കുഴപ്പങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ചരിത്രവിരുദ്ധമായ പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥങ്ങൾ നമുക്ക് ദൈവീകം എന്ന് 100% വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ളതാണ്. ദൈവീകമെന്ന് 100% വിശ്വസിക്കാൻ കഴിയുന്ന സ്രോതസ്സുകളുടെ വെളിച്ചത്തിൽ നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമേ ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ പാത്രമാകൂ, മരണാനന്തരം രക്ഷ ലഭിക്കുന്ന ആളുകളായി തീരും. ഞാൻ ഷാഹിന, എടത്തനാട്ടുകര. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സൗദി അറേബ്യ പോലെയുള്ള രാജ്യത്ത് ഡ്രൈവിംഗ് പാടില്ല, മെഹ്റമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല, വസ്ത്രധാരണത്തിൽ നല്ല കർശനമായ നിയന്ത്രണങ്ങളുണ്ട് എന്നൊക്കെ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വസ്ത്രധാരണ രീതി സ്ത്രീക്ക് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു സംരക്ഷണമാണ് നൽകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് 2 വയസ്സായ കുട്ടി പോലും പീഡിപ്പിക്കപ്പെടുന്നത് വസ്ത്രധാരണ രീതി കൊണ്ടാണോ? അപ്പോൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന അവരെ വാദത്തിന് നമ്മൾ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? അമേരിക്കയിലെല്ലാം സ്ത്രീകൾക്ക് ഭയങ്കര സുഖമാണ്, സൗദിയിലെല്ലാം സ്ത്രീകൾക്ക് ഭയങ്കര ഇടങ്ങാറാണ്. അത് ഇസ്ലാമിൻ്റെ കുറ്റമാണ്. ഇവരോട് എങ്ങനെ മറുപടി പറയാമെന്നാണ്. അമേരിക്കക്കൊന്ന് നല്ലോ നോക്കിയാൽ മതി, മറുപടി ഒന്നും പറയണ്ട. എല്ലാ സ്വാതന്ത്ര്യമുള്ള അമേരിക്കയിൽ ഓരോ 3 മിനിറ്റിലും ഓരോ സ്ത്രീകൾ വീതം ബലാത്സംഗം ചെയ്യപ്പെടും. ഓരോ 3 മിനിറ്റിലും ഓരോ സ്ത്രീകൾ വീതം ബലാത്സംഗം ചെയ്യപ്പെടുന്നു. വെറുതെ അങ്ങാടി വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് അവിടെ ലൈംഗികത. അവിടെ സെക്സ് എന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, വാങ്ങാൻ കിട്ടുന്ന സുലഭമായ സാധനമാണ്. പക്ഷേ എന്നിട്ട് പോലും അവിടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ 3 മിനിറ്റിൽ ഒരെണ്ണമാണ്. ലാസ് വേഗാസ് എന്ന് പറഞ്ഞിട്ടൊരു നഗരം തന്നെയുണ്ട്. ആ നഗരത്തിന്റെ ഗേറ്റിൽ തന്നെയുള്ള ബോർഡ് വെൽക്കം ടു സിൻ സിറ്റി എന്നാണ്. സിൻ സിറ്റി എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ നഗരം നൃത്തം. പൂർണ്ണ നഗ്ന നൃത്തങ്ങൾ നടക്കുന്ന 38 നിശാ ക്ലബ്ബുകളുള്ള നാട്, ഒരു സ്ഥലം. അവിടേക്കാണ് ആസ്വാദനത്തിന് വേണ്ടി പലപ്പോഴും ആഴ്ചകളുടെ അവസാനങ്ങളിൽ അമേരിക്കൻ യുവത്വം കടന്നു പോകാറുള്ളത്. അവിടെ പോലും ബലാത്സംഗം വ്യാപകമാണ്. ബലാത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ? ബലാത്സംഗം എന്ന് പറഞ്ഞാൽ പെണ്ണ് ഇഷ്ടപ്പെടാതിരുന്നിട്ടും പെണ്ണിന്റെ നേരെ നടത്തുന്ന അക്രമമാണ് പറയുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തിന് നേരെ കണ്ണടക്കരുത് എന്നാണ് എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹോദരി അവരുടെ സുഹൃത്തുക്കളോട് പറയേണ്ടത്. അത് എന്താന്ന് വെച്ചാൽ, സ്ത്രീയുടെ മാന്യതയും സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞാൽ അഴിച്ചിട്ട് നടക്കലല്ല. അഴിച്ചിട്ട് നടക്കൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യമല്ല, ശരിക്കും സ്ത്രീയുടെ പാരതന്ത്രമാണ്. നിങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുക. നമ്മളുടെ നാട്ടിൽ പെണ്ണുങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്തതാ കുപ്പായിടാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന നിയമമായിരുന്നു, നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന നിയമമായിരുന്നു, ഉയർന്ന ജാതിക്കാരന്റെ മുന്നിൽ പോകുമ്പോൾ മാറുമറക്കാൻ പാടില്ല താഴ്ന്ന ജാതിക്കാരിക്ക് എന്നുള്ള നിയമോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് പഴയ സ്ത്രീകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാകും. ഇപ്പൊ അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. പഴയ സ്ത്രീകൾ പലപ്പോഴും കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയും, അവർക്ക് മാറുമറക്കാൻ അറിയില്ല. അവർ പുറത്തിറങ്ങാറുള്ളത് കുപ്പായമിടാതെയാണ്. അവർ ശീലിച്ചു വന്ന രീതിയാണത്. ഇത് യുവത്വത്തിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഇവിടുത്തെ അധസ്ഥിതരായ ദളിതുകളായ സ്ത്രീകൾ പോരാടി നേടിയെടുത്തതാണ് കുപ്പായമിടാനുള്ള സ്വാതന്ത്ര്യം. അത് സ്വാതന്ത്ര്യമാണോ അതോ പാരതന്ത്രമാണോ? ഇപ്പൊ ചില ആളുകൾക്ക് തോന്നുന്നത് അത് പാരതന്ത്ര്യമാണെന്നാണ്. കാരണം അത് സ്വാതന്ത്ര്യമല്ല എന്നാണ്, സ്വാതന്ത്ര്യത്തിനെതിരാണെന്നാണ്. വിഷയം എന്താന്ന് വെച്ചാൽ, യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്താണ് എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക എന്നുള്ളതാണ്. അതാണ് ബ്രെയിൻ വാഷിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ആ ബ്രെയിൻ വാഷിങ്ങിലൂടെ സ്ത്രീ മനസ്സിലാക്കുന്നത് എന്താ? എന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ കണ്ണുകളിൽ കാമം വിരിയുന്ന രൂപത്തിൽ എൻ്റെ വസ്ത്രമാകണം, എൻ്റെ ശരീരമാകണം എന്ന് അവളെ പറഞ്ഞ് പഠിപ്പിക്കുക. ആരാ പഠിപ്പിക്കുന്നത്? നമ്മുടെ വീട്ടിലെ വലിയ വിഡ്ഢിപ്പെട്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ടെലിവിഷനിലൂടെ വരുന്ന അഡ്വർടൈസ്മെന്റുകൾ, മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത് പഠിപ്പിക്കുക. എന്തിനാ ഇത് പഠിപ്പിക്കുന്നത്? ഇത് പഠിപ്പിച്ചാലേ പെണ്ണിനെ പറ്റിച്ച് പണം ഉണ്ടാക്കാൻ കഴിയൂ.
എന്തിനാ സുസ്മിത സെന്നും അതേപോലെ ഐശ്വര്യ റായിയുമെല്ലാം പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുന്നിൽ ഒരു സോപ്പ് അവതരിപ്പിക്കുമ്പോ, നമ്മുടെ മുന്നിൽ ഒരു ക്രീം അവതരിപ്പിക്കുമ്പോ, നമ്മുടെ മുന്നിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു ഷാംപൂ അവതരിപ്പിക്കുമ്പോ നമ്മൾ സുഷ്മിത സെന്നിന്റെ ഐശ്വര്യ റായിയുടെ മോഡലിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളെപ്പോലെയാകണം എന്നുള്ള ചിന്ത പെണ്ണിന്റെ മനസ്സിൽ അനാവശ്യമായി കുത്തിച്ചെലുത്തി, അങ്ങനെ അവളെപ്പോലെയാകണമെങ്കിൽ ഈ സോപ്പ് തേക്കണമെന്ന് പഠിപ്പിച്ച് ആ സോപ്പിന് മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോ യഥാർത്ഥത്തിൽ അവിടെ ഉരിഞ്ഞു വീഴുന്നത് പെണ്ണിന്റെ മാനമാണ്, പെണ്ണിന്റെ അഭിമാനമാണ്, പെണ്ണിന്റെ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. പെണ്ണിന്റെ സ്വാതന്ത്ര്യം, പെണ്ണിന് പടച്ച തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹമാണ് അവളുടെ സൗന്ദര്യം. പുരുഷന് പടച്ചോൻ നൽകിയിട്ടില്ല. മനുഷ്യരിൽ പുരുഷന് സൗന്ദര്യം എന്നത് ആകർഷകമാകുന്നതിന് വേണ്ടി ഉള്ള ഒരു ഏർപ്പാടാണെങ്കിലും അവന്റെ ഇണകൾ ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഒരു കാര്യമായി നൽകപ്പെട്ടത് പുരുഷനല്ല, സ്ത്രീക്കാണ്. നമുക്ക് പല ജീവികളുണ്ടല്ലോ നമ്മളുടെ ചുറ്റും. ജീവികളിൽ അധികത്തിനും പുരുഷനാണ് പെണ്ണിനെ ആകർഷിക്കേണ്ടത്. പുരുഷനാണ് പെണ്ണിനെ ആകർഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആടുന്ന മയിൽ അതേപോലെ പിന്നെ ആകർഷകമായ ശരീരവടിവുകളുള്ള സിംഹം, ഇതെല്ലാം നിങ്ങൾ നോക്കിയാൽ പുരുഷനായിരിക്കും. ഈ ആണുങ്ങൾ പെണ്ണുങ്ങളെ ആകർഷിക്കുകയാണ് ശാരീരികമായ ബന്ധത്തിന് വേണ്ടി, ഇണകളാകുന്നതിന് വേണ്ടി. മനുഷ്യന്റെ കാര്യത്തിൽ സ്ത്രീകൾക്കാണ് പടച്ച തമ്പുരാൻ സൗന്ദര്യം നൽകിയിട്ടുള്ളത്. ആ സൗന്ദര്യം ഇസ്ലാം പറയുക, ആ സൗന്ദര്യം അത് അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായും പെണ്ണിന് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിത്തീരുന്നുണ്ട്. ആണിന് യാതൊരു ബാധ്യതയും ഉണ്ടാകുന്നില്ല. ജീവശാസ്ത്രപരമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ സൗന്ദര്യം ഉപയോഗിക്കപ്പെടുമ്പോൾ ആ ഉപയോഗത്തിന്റെ ഒന്നാമത്തെ ഘട്ടം ഈ സൗന്ദര്യത്തിന്റെ കാഴ്ചയാണ്. രണ്ടാമത്തെ ഘട്ടം ആ കാഴ്ച കൊണ്ടുണ്ടാകുന്ന ശരീരത്തിന്റെ ഉത്തേജനമാണ്. മൂന്നാമത്തെ ഘട്ടം ശരീരത്തിന്റെ ഉത്തേജനം കൊണ്ടുണ്ടാകുന്ന ശരീരത്തിന്റെ സ്പർശമാണ്. നാലാമത്തെ ഘട്ടം ആ സ്പർശത്തിൽ നിന്ന് പോയി ലൈംഗികമായ ബന്ധമാണ്. ഇങ്ങനെ നാലാമത്തെ ഘട്ടം കഴിയുന്നതോടുകൂടി ഉണ്ടാകുന്നത് എന്താണ്? അവിടെ പെണ്ണിനാണ് ബാധ്യതകൾ ഉണ്ടാകുന്നത്, പെണ്ണിനാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, പെണ്ണിനാണ് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നത്. ആ ഉത്തരവാദിത്തങ്ങൾ, സൗന്ദര്യം ആസ്വദിക്കുമ്പോഴുണ്ടാകുന്ന ഉത്തരവാദിത്വങ്ങളുടെ രംഗത്ത് ആ പെണ്ണിന് ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ താനും കൂടി സന്നദ്ധമാണ് എന്ന്, അതല്ലെങ്കിൽ പെണ്ണ് ജീവശാസ്ത്രപരമായ പ്രയാസങ്ങളെ നേരിടുമ്പോൾ അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, അവൾക്ക് താങ്ങും തണലുമായി നിൽക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് നാലാളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത ആണിന്റെ മുന്നിൽ മാത്രം ഞാൻ എൻ്റെ ശരീരം തുറന്നിടൂ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് ഇസ്ലാം പെണ്ണിന് നൽകിയ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അതൊരു വല്ലാത്ത സ്വാതന്ത്ര്യമാണ്. ആധുനിക ലോകം നൽകാത്ത സ്വാതന്ത്ര്യമാണ്. ആധുനിക ലോകം, നിങ്ങളൊരു ജോലിക്ക് പോയി നോക്കുക, ഡ്രസ്സ് ഏതാന്ന് ആരാ തീരുമാനിക്കുക? നിങ്ങൾ ഏത് ഉയർന്ന കമ്പനികളിലും ജോലിക്ക് പോവുക. ഉദാഹരണത്തിന് എയർ ഹോസ്റ്റസ്, ഇന്ന് സ്ത്രീകളാണെങ്കിലും സ്ത്രീകൾക്ക് ഏറെ ആകർഷകമായ ഒരു ജോലിയാണ്. ആകാശത്തുകൂടി പറന്നു കിടക്കാൻ കഴിയുന്ന ഏറെ ആകർഷകമായ അംഗലാവണ്യമുള്ള ആളുകൾക്ക് സ്വാഭാവികമായും ആകർഷകമാകും തോന്നുന്ന ജോലി എയർ ഹോസ്റ്റസിന്റെ ജോലി, നല്ല ശമ്പളമുള്ള ജോലി. ആ ജോലിക്കുള്ള വസ്ത്രം ആരാ തീരുമാനിക്കുന്നത്? കമ്പനിയാണ് തീരുമാനിക്കുക. വിമാന കമ്പനിയുടെ ആരാണ്? അതിന്റെ MD തീരുമാനിക്കും, അല്ലെങ്കിൽ അതിന്റെ ബോർഡ് തീരുമാനിക്കും, ഡയറക്ടർ ബോർഡ് ആരാ? ആണുങ്ങൾ. എന്താ ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ളത്? കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തണം. കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്താനുള്ള വസ്ത്രം എങ്ങനെയാണ്? ആണുങ്ങളും ഉണ്ടാകും എയർ സ്റ്റുവാർട്ട്, ആ പെണ്ണുങ്ങളും ഉണ്ടാകും എയർ ഹോസ്റ്റസ്. എയർ സ്റ്റുവാർട്ടിനെ നോക്കുക, എയർ സ്റ്റുവാർട്ടിനെ നോക്കിയാൽ ഫുൾ കൈ, പിന്നെ പറ്റുമെങ്കിൽ ഒരു ടൈ, എല്ലാം വളരെ കൃത്യം, കാലുപോലും കാണാത്ത രൂപത്തിൽ ഉള്ള പാൻറ്റും ഷോക്സും, ഇങ്ങനെ എല്ലാ സംഭവവും. ഒരു തൊപ്പി കൂടി ഇട്ടാൽ ഏകദേശം ഇസ്ലാമിലെ ഹിജാബായി ആ രൂപത്തിലായിരിക്കും എയർ സ്റ്റുവാർട്ടിന്റെ കോലം. അതേസമയം എയർ ഹോസ്റ്റസിന്റെ രൂപം
എയറോസ്റ്റസിന്റെ രൂപം പരമാവധി വില പിടിച്ച വസ്ത്രം ഉപയോഗിച്ച് പരമാവധി ആണുങ്ങളെ എങ്ങനെ പ്രലോഭിപ്പിക്കണം എന്ന് പഠിച്ച് ഡിസൈൻ ചെയ്ത വസ്ത്രം. ഇതാരാ കൽപ്പിച്ചത്? ഈ ആണ് കൽപ്പിച്ച, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ വേണ്ടി, കച്ചവടം ചെയ്യാൻ വേണ്ടി, കസ്റ്റമേഴ്സിന്, ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാകണം എൻ്റെ സൗന്ദര്യമെന്ന് തീരുമാനിച്ച ആണുങ്ങൾ പറഞ്ഞ വസ്ത്രമുടുത്തൊരുങ്ങിക്കൊണ്ട് ഈ യാത്രക്കാരായ പുരുഷന്മാരുടെ മുഴുവനും കാമവറിക്ക് ഇരയാകണമോ? കാമവറി എന്ന് പറയുമ്പോൾ ശാരീരിക ബന്ധം മാത്രമല്ല, കണ്ണിലൂടെയുള്ള കാമവറിയുണ്ട്. അതിന് ഇരയാകണമോ, അതല്ല പടച്ച തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടണമോ എന്നതാണ് ഇസ്ലാം സ്ത്രീയോട് ചോദിക്കുക. ഇവിടെയാണ് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം നമ്മൾ വ്യക്തമാക്കി കൊടുക്കേണ്ടത്. ഇസ്ലാം യഥാർത്ഥത്തിൽ പെണ്ണിന് അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്ന ആദർശമാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ പെണ്ണിന് മാന്യതയും ബഹുമാന്യതയും നൽകുന്ന ആദർശമാണ്. ഇത് തിരിച്ചറിയപ്പെടാതിരിക്കുന്നത്, ഇത് പെണ്ണിന് ഇസ്ലാം നൽകുന്ന വസ്ത്രധാരണം അടിമത്വത്തിൻ്റെതാണ് എന്ന പ്രചരണം വ്യാപകമായി നടക്കുന്നത് കൊണ്ടാണ്. ആ പ്രചരണം നടക്കുന്നതിന് കാരണം എന്താണ്? അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണത്. മുസ്ലിം പെണ്ണുങ്ങൾ മുഴുവനും ഇസ്ലാമികമായ വസ്ത്രധാരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സോപ്പും ഈ ലിപ്സ്റ്റിക്കും ഈ ക്രീമും ഈ ഷാമ്പുവും ഈ ഇതെല്ലാം വാങ്ങിക്കൂട്ടാൻ ആരാളുള്ളത്? ആ ആദർശത്തിലേക്ക് സ്ത്രീകൾ മുഴുവനും പോയി കഴിഞ്ഞാൽ തീർച്ചയായും മുതലാളിത്തത്തിന്റെ പ്രോഡക്റ്റ് ചെലവാകാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. അങ്ങനെ പ്രോഡക്ട്സ് ചെലവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിമിത്തമായിട്ടാണ് പെണ്ണിന്റെ ശരീരം ഉപയോഗിക്കപ്പെടുന്നത്. അത് ഉപയോഗിക്കപ്പെടുന്നതിന്റെ സ്വാഭാവികമായ പരിണിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്ന എല്ലാ പെണ്ണിനെതിരെയുള്ള അക്രമങ്ങളും. എന്താ പെണ്ണിനെതിരെ അമേരിക്കയിൽ പോലും അക്രമം നടക്കുന്നത്? പെണ്ണിനെ കേവലം ഒരു വസ്തു മാത്രമായി നമ്മൾ മനസ്സിലാക്കി. പെണ്ണിന്റെ വസ്തു മൂല്യം എന്താ? പെണ്ണിന്റെ സൗന്ദര്യം. ആ സൗന്ദര്യം മൂല്യവത്തായും അത് എങ്ങനെങ്കിലും നേടിയെടുക്കുക, അല്ലെങ്കിൽ അവളോടൊപ്പം ഒന്ന് കിടന്നുറങ്ങുക എന്നതൊരു സ്വപ്നമായി പുരുഷന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. അതിനെന്താ? അതിന് ചിലപ്പോൾ പണം കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനം, അല്ലെങ്കിൽ മാർക്കറ്റിലെ സാധാരണ ഒരു വസ്തു, അതല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന അവളുടെ അടുത്തുനിന്ന് തൊഴിൽ ആയിട്ട് വാങ്ങാൻ കഴിയുന്ന, ലൈംഗിക തൊഴിലാളി എന്നുള്ള വിളിക്കുന്നത്, തൊഴിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സാധനം. ഇതാണ് പെണ്ണ് എന്നുള്ള ധാരണ ഉണ്ടാക്കി. അങ്ങനെയുള്ള ധാരണയുടെ ഫലം സ്വാഭാവികമായും ഇത് കിട്ടാൻ വേണ്ടി എന്തു മാർഗവും മനുഷ്യൻ സ്വീകരിക്കുന്ന അവസ്ഥാവിശേഷത്തിൽ എത്തിച്ചേർന്നു. ഇതാണ് ഇന്ന് നടക്കുന്നത് അമേരിക്കയെ പോലുള്ള സൊസൈറ്റികളിലും നമ്മുടെ സൊസൈറ്റിയിലുമെല്ലാം. ഇസ്ലാം സ്ത്രീക്ക് മാന്യതയാണ് നൽകുന്നത്. സൗദി അറേബ്യയെ പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ ഡ്രൈവിങ്ങിന് സ്വാതന്ത്ര്യമില്ല, ഡ്രൈവിങ്ങിന് സ്ത്രീകൾക്ക് അനുവാദമില്ല എന്നുള്ളത് ആ നാട്ടിലൊരു നിയമം ഇസ്ലാം കൽപ്പിച്ചുകൊണ്ടൊന്നുമല്ല, ആ നാട്ടിലെ സ്ത്രീകളടക്കമുള്ള ആളുകൾ തീരുമാനിച്ച കാര്യമാണ്. എന്തിനു വേണ്ടി? അവിടെ കുഴപ്പങ്ങളില്ലാതിരിക്കാൻ, പ്രശ്നമില്ലാതിരിക്കാൻ. അവരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ തന്നെ ഡ്രൈവ് ചെയ്യാൻ തയ്യാറാണ്, അതങ്ങനെ ഡ്രൈവർമാരെ നിർത്താൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾക്ക് ഡ്രൈവിങ്ങിന് ലൈസൻസ് കൊടുത്തുകൊണ്ട് ഒരു അസാൻമാർഗികതയിലേക്ക് അവർ പോകേണ്ട എന്ന് ആ സമൂഹം തീരുമാനിച്ചതാണ്. അല്ല, സ്ത്രീ ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്ന നിയമം ഇസ്ലാമിലുള്ളത് കൊണ്ടൊന്നുമല്ല. ഏത് സമൂഹത്തിനും അതിന് സുരക്ഷിതമായ നിയമങ്ങൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീക്ക് നൽകേണ്ട എല്ലാ അവകാശങ്ങളും നൽകുകയും പുരുഷനോട് അവൾക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം താങ്ങും തണലുമായി നിൽക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 വയസ്സുള്ള കുട്ടികൾ പോലും ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഇസ്ലാമിക വസ്ത്രം സ്വീകരിച്ച സ്ഥലത്താണ് എന്ന് ആരാ പറഞ്ഞത്? എവിടുന്നാണ് ഈ കണക്ക് കിട്ടിയത്? എവിടുന്നാണ് ഈ കാര്യങ്ങൾ കിട്ടിയത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഓരോ 2 മിനിറ്റിലും സ്ത്രീക്കെതിരെയുള്ള ഓരോ അതിക്രമങ്ങൾ വീതം നടക്കുന്നു എന്ന കണക്ക്. അമേരിക്കയിൽ ഓരോ 3 മിനിറ്റിലും നടക്കുന്നത് ബലാത്സംഗങ്ങളാണെങ്കിൽ സ്ത്രീക്കെതിരെയുള്ള അതിക്രമങ്ങൾ, പല രൂപത്തിലുള്ള അതിക്രമമായി ഇന്ത്യ രാജ്യത്ത്. ഇന്ത്യയിൽ വെറും ശാരീരിക അക്രമം നടക്കുന്നത് കേവലം ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമല്ല, സ്ത്രീധനത്തിനുള്ള അക്രമമുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള അക്രമങ്ങളുണ്ട്. ഇത് മൊത്തത്തിൽ ഇന്ത്യയിൽ ഓരോ 2 മിനിറ്റിലും നടക്കുന്നു എന്നാണ് കണക്ക്. അപ്പോ ആ രൂപത്തിൽ ഉള്ള സംവിധാനങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പോ നമ്മൾ ശരിക്ക് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കെതിരെ ഏറ്റവും കുറഞ്ഞ അക്രമങ്ങൾ നടക്കുന്ന നാടുകൾ, ഇസ്ലാമികമായ നിയമങ്ങൾ നിലനിൽക്കുന്ന നാടുകൾ തന്നെയാണ്. അതിന്റെ അർത്ഥം അവിടെ യാതൊരു കുഴപ്പമില്ല എന്നൊന്നുമല്ല.
അവിടെ സ്വാഭാവികമായും ഇതേപോലെയുള്ള മീഡിയയുടെ കടന്നുകയറ്റം അവിടെയുണ്ട്. അവിടത്തെയും പുരുഷന്മാരെ പരമാവധി പ്രലോഭിപ്പിക്കുന്ന